പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒറ്റ ദിവസം നമ്മുടെ ഒരു കപ്പിൾസ് മീറ്റിന്റെ സ്റ്റാർട്ടിങ് ചെയ്തു വെച്ചു. വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ ആ സമയം സമാപിച്ചത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങിയ വിഷയം പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ദിവസം നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കോഴ്സുകൾ മുന്നോട്ട് 10 ദിവസത്തെ കോഴ്സായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പ്ലാനിലാണ് ഉള്ളത്. എന്നാൽ 10 ദിവസത്തെ കോഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹാപ്പി ലൈഫ് എന്നൊരു മൊഡ്യൂളിനെ കുറിച്ചുള്ള ചിന്ത വന്നത്. അത് 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് നമുക്ക് നടത്തിയാലോ എന്നൊരു ചിന്തയും വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഇതായതുകൊണ്ട് ഇതിലൂടെ തന്നെ നമുക്ക് പോവാം. ഒരു അരമണിക്കൂർ സെഷൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്ത പോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയായതുകൊണ്ട് എത്ര പെട്ടെന്നാണ് പോവുക എന്നറിയില്ല. ആ ഒരു രീതിയിലാണ് സമയം പോകുന്നുണ്ട്. അപ്പോ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഇനി എന്തെല്ലാം മാർഗങ്ങളെന്ന് അന്വേഷിക്കുന്ന ദമ്പതികളാണ് എൻ്റെ കൂടെ എത്തിയ അധിക പേര്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ വേണം. അപ്പോൾ അതിനെന്തെല്ലാം ടെക്നിക്കുകൾ നമ്മൾ പ്രയോഗിക്കാൻ പറ്റുമോ, ഈസിയായ ചില ടെക്നിക്കൽ ടിപ്സുകൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ആ മാറ്റം വരുത്താനുള്ള ചില പൊടിക്കൈകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെയും ലക്ഷ്യം വെച്ചത്. ഞാൻ നിങ്ങളോട് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായിരുന്നു, തുണയുടെ ഒരു മിനിമം ഒരു 10 ഗുഡ് ക്വാളിറ്റീസ് കണ്ടെത്താൻ. നിങ്ങൾ എങ്ങനെ കണ്ടെത്തിയോ? നിങ്ങൾക്ക് അതിന് കഴിഞ്ഞോ? അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാനൊരു എക്സ്പീരിയൻസ് പറയുണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ വധശ്രമത്തിന് കേസ് എടുക്കുകയും ഒരു ഡൈവേഴ്സ് കേസിന്റെ മുന്നിൽ എത്തിയ ഒരു കേസിനെ കുറിച്ച് പറയുണ്ടായിരുന്നു. ആ ഡൈവേഴ്സ് കേസ് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്ത് ഞാൻ ഇങ്ങനെയായിരുന്നു ഈ ഒരു 10 പോയിന്റ്സുകൾ ഭാര്യയോട് പറയാൻ വേണ്ടി പറഞ്ഞു. ഭർത്താവിനെ കുറിച്ച് എഴുതാനല്ല, കാരണം ഇത് എബോ 60 ഏജുള്ള ആളുകളായതുകൊണ്ട് എഴുതാൻ പറയുന്നത് മോശമല്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത് ഗുഡ് ക്വാളിറ്റീസ് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഭർത്താവിന്റെ ഗുഡ് ക്വാളിറ്റീസ് ഒന്നുമില്ലെന്ന് ഭാര്യ പറഞ്ഞത് നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോ അദ്ദേഹത്തെ വെറുത്തിട്ട് കൊല്ലാൻ തന്നെ ഞാൻ ഒരുങ്ങിയതാണ്, അല്ലാതെ ഇഷ്ടത്തിന് തമാശക്ക് വേണ്ടി കുത്തിയതൊന്നുമല്ല. അയാളെ കഴുത്തിന് കുത്തിയപ്പോ ഭാഗ്യത്തിന് അയാളെ ഷോൾഡർ തട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ കൊല്ലാൻ തന്നെയാണ്, അയാളുടെ നന്മകളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് എന്റെ ബാക്കി ഭാഗം പറയുന്നത്. ഒരു ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് നിങ്ങൾ ഒരു ഗുഡ് ക്വാളിറ്റീസ് പറയാൻ പോലും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയും വലിയ ദുഷ്ടനാണോ, നീചനാണോ, എത്രയോ എന്താണ് പറയാ, വളരെ നിങ്ങളെ കണ്ടാൽ വളരെ പാവപ്പെട്ട മനുഷ്യനായിട്ടുള്ള തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒന്ന് പൊക്കി സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, സാറേ അയാള് എന്നെ കുത്തിയതിൽ എനിക്കൊരു കേസുമില്ല, ഞാനല്ല പരാതി കൊടുത്തത്, ഹോസ്പിറ്റലിൽ കാരണം അത് കത്തി കൊണ്ടാണെന്ന് കേട്ടപ്പോ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ വധശ്രമത്തിന്റെ കേസാക്കിയിട്ട് പോലീസുകാരെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഞാനായിട്ട് അയാളെ എന്നെ കുത്തിയതിന് ഒന്നും ഒരു കേസില്ല, എനിക്ക് ഈ ജന്മം തന്നെ തിരിച്ചു തന്നത് അയാളാണ് എന്ന് പറഞ്ഞ ഇയാളുടെ ഗുഡ് ക്വാളിറ്റീസ് പറയല്ലേ. അപ്പോ ഒരിക്കൽ അറ്റാക്ക് വന്ന് വീണ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇദ്ദേഹം തന്നെയാണ്. ഈ കത്തിക്കുത്തുണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, പെട്ടെന്ന് ദേഷ്യക്കാരി തന്നെ ഉള്ളൂ, വളരെ ശുദ്ധയാണ്, ശാന്തയാണ്, എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇതുവരെയും. ഞാനാണ് അങ്ങോട്ട് വെറുപ്പിക്കുന്ന ആള്, ഞാനാണ് അയാളെ ചീത്ത പറയുന്ന ആള്, ഞാൻ അങ്ങനെ ഒച്ചട്ട് സംസാരിച്ചെങ്കിലേ ഞങ്ങൾക്കൊരു ഉഷാറുള്ളൂ എന്നൊരു ഫീലിംഗ് ഉള്ള ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഗുഡ് ക്വാളിറ്റീസ് ഭർത്താവ് പറയാൻ, ഭാര്യയുടെ ഗുഡ് ക്വാളിറ്റീസ് ആണ് ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എണ്ണി പറയുമ്പോൾ പാവമായി ഇരുന്നിരുന്ന അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇരുന്നിരുന്ന ആ സ്ത്രീകളെ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഭർത്താവിന്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയാണ്, ക്ഷമിക്കണം, എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയണ്ടായിരുന്നു. അപ്പോ തെറ്റ് പറ്റി എന്നുള്ളൊരു ഫീലിംഗിലേക്ക് അവരങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്ത്? നമ്മളായിട്ട് ഒരാളുടെ കുഴപ്പം പറയാൻ വേണ്ടി ഒരുങ്ങിയാൽ ആ കുഴപ്പമേ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. നേരെ മറിച്ച് അതിനെ ഒന്നും മാറ്റി ചിന്തിക്കാൻ നമ്മളൊന്ന് ഒരുങ്ങിയാൽ മതി. എന്ത്? ഇനി ഇതൊന്നും വേണ്ട, എനിക്കൊന്ന് നന്നാവാം,
എന്റെ പാർട്ട്ണറുടെ കുഴപ്പങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനി ഞാൻ നന്മകളൊന്ന് പറഞ്ഞു തുടങ്ങാം എന്നൊന്ന് ഫീലിങ്ങോടുകൂടെ ഭാര്യയും ഭർത്താവും മുഖാമുഖം നിന്നിരുന്ന് ഇത്തിരി നേരം സംസാരിച്ച് അയാളുടെ ഗുഡ് ക്വാളിറ്റീസ് മാത്രം അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അയാളുടെ മുഖം ഇങ്ങനെ വിടർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇത്ര കാലവും നമ്മൾ കണ്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും കുഴപ്പങ്ങളേ ഉള്ളൂ. നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മുമ്പുള്ള എല്ലാ സംഭവങ്ങളും ദേഷ്യം വരുമ്പോൾ പുറത്തേക്ക് ഇടും. ഇത് സ്നേഹബന്ധത്തെ ഒരുപാട് അകറ്റുകയാണ്. സ്നേഹത്തെ അടുപ്പിക്കലാണോ, സ്നേഹത്തോടു കൂടെ ഇനിയും എനിക്കും ജീവിക്കണം. കാരണം ഒരു ഇണയോടൊപ്പം ജീവിക്കുമ്പോൾ അയാൾക്ക് മാത്രം സന്തോഷം, എനിക്ക് ദുഃഖം, ഇങ്ങനെയല്ല. സന്തോഷമാണെങ്കിൽ രണ്ടുപേർക്കും സന്തോഷം. രണ്ടുപേർക്ക് മാത്രമല്ല, നിങ്ങളിൽ പിറന്ന മക്കൾക്കും കുടുംബങ്ങൾക്കും മുഴുവൻ സന്തോഷമാണ്. ഇനി ദേഷ്യമാണ്, സങ്കടമാണെങ്കിലോ അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അപ്പോ ഒരാളിൽ ഒതുങ്ങുന്നല്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് കരുതി നിങ്ങളിൽ മാത്രം ആ ദേഷ്യം ഒതുങ്ങുകയോ, നിങ്ങൾക്ക് സങ്കടം വന്നു എന്ന് കരുതി നിങ്ങളിൽ മാത്രം ആ സങ്കടം ഒതുങ്ങുകയോ ചെയ്യില്ല. അതങ്ങനെ അടുത്തവരിലേക്കും കൈമാറിക്കൊണ്ടിരും. അതാണ് കുടുംബത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതിന് കുടുംബം എന്ന് പറയുന്നത് പോലെ തന്നെ ഭൂകമ്പമുള്ളതിനെയും കുടുംബം എന്ന് പറയുന്ന കാലമാണ്. ഒരുമിച്ച് കൂടിയാൽ ആകെ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്റെ ഗുഡ് ക്വാളിറ്റീസ് അറിയുന്ന ഒരാളോട് എന്റെ ഹൃദയം പങ്കുവെക്കാൻ എനിക്കൊരു മടിയുണ്ടാവില്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കാമുകന്മാരുടെ ഏറ്റവും വലിയ വിജയ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ, കാമുകി അങ്ങനെ പറയും, ഭർത്താവായി മാറേണ്ട അല്ലെങ്കിൽ കാമുകനായ അവൻ അത് മിണ്ടാതെ കേൾക്കും. അപ്പൊ എന്നെ ഈ ലോകത്ത് കേൾക്കാൻ ഒരാളുള്ളൂ എന്ന ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സ് മാത്രമല്ല, സർവവും സമർപ്പിക്കാൻ ആ പെണ്ണ് ഒരുങ്ങുന്നുള്ളത്. ഞാൻ പെണ്ണിനെ അടച്ചാക്ഷേപിക്കുകയല്ല, അവരുടെ മഹത്വം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവരെ കേൾക്കാനുള്ള ഒരു തന്റെ ഇടമുള്ള, അവരെ പറയാൻ, അവർ പറയട്ടെ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ കൈയും കെട്ടി അവരുടെ കണ്ണിൽ നോക്കി വിനയാന്വിതനായിരിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ യെസ്, ആ സ്ത്രീക്ക് ലോകം മുഴുവൻ കിട്ടിയ ഫീലിംഗ് ആണ്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരു പരിഹാരം നടത്താൻ കഴിയില്ല, പ്രശ്നത്തിന് പരിഹാരമൊന്നും ഇവർക്ക് വേണ്ടി വരില്ല, പക്ഷെ നിങ്ങളൊന്ന് കേട്ടാണ് പരിഗണന എന്ന് പറയും. ആ ഒരു പരിഗണന കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ യെസ്, ലൈഫ് മാറും. ഞാൻ എന്ന ഭർത്താവ് എന്റെ ഭാര്യയോട് അസ്വസ്ഥയായി പെരുമാറിയാൽ, ഒരു പക്ഷേ ഞാൻ ശമ്പളം കൊണ്ടുവരുന്ന ആൾ, അദ്ദേഹം വീട്ടിലെ പണികൾ മാത്രം ചെയ്യുന്നയാൾ എങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഒതുങ്ങിയേക്കാം, സഹിച്ചേക്കാം. സഹിച്ചു അല്ലെങ്കിൽ ഒതുങ്ങി എന്ന് കരുതി നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം വെക്കേണ്ടതില്ല. വിജയവും പരാജയവും ഒക്കെ വഴിയേ വരാനുള്ളതാണ്. ഞാൻ എന്ന വ്യക്തി അപരനായ ഒരാളോട് അമിതമായ ശബ്ദം ഉയർത്തിയിട്ട് അല്ലെങ്കിൽ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം, അത് കുഞ്ഞു മോനാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, അത് അതിനേക്കാൾ ഡബിൾ സൗണ്ടിൽ എന്റെ ചെവിയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ളതാണെന്ന്. അപ്പോ ഞാൻ എന്ന വ്യക്തി എന്റെ ഇണയോട് സൗമ്യമായി പെരുമാറുകയാണെങ്കിൽ അതേ സൗമ്യഭാവം ഇങ്ങോട്ടും വരും. നമ്മൾ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു യൂണിഫോമിലാണ്. എന്താണ് ആ യൂണിഫോം? പോലീസ് ആണെങ്കിൽ പോലീസിന്റെ യൂണിഫോം. എപ്പോഴാ? അത് ആ ട്രെയിനിങ് കിട്ടിയത് മുതൽ ഇനി റിട്ടയർ ആകുന്നത് വരെ ആ യൂണിഫോമിൽ അത് വേണ്ടതില്ല. അത് ആ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ആ യൂണിഫോം മതി. വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പിതാവിന്റെ, ഭർത്താവിന്റെ, മകന്റെ, മകളുടെ ആ റോളിലേക്ക് നിങ്ങൾ മാറണം. അപ്പോഴേ നമുക്ക് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയും. വളരെ സൗഹൃദത്തോടെ, സ്നേഹത്തോടെ തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയാന്നുണ്ടെങ്കിൽ തന്നെ ഏത് പ്രശ്നവും അവിടെ സോൾവ് ആകും. ഇല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പറയുന്നു, മറ്റേയാൾ അതെങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു, എന്നും കേൾക്കാൻ കഴിയില്ല, എന്നും സഹിക്കാൻ കഴിയില്ല, ഇത് പൊട്ടിത്തെറിക്കും. ബലൂൺ സിസ്റ്റം പോലെയാണ്. ബലൂൺ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാ വെച്ചാൽ, ഭർത്താവ് എന്ന ഞാൻ അല്ലെങ്കിൽ ഭാര്യ എന്ന ഒരാൾ മറ്റൊരാൾ ചീത്ത പറയുന്നു, വഴക്ക് പറയുന്നു, മക്കളെ ഒന്നും വകവെക്കാതെ, കുടുംബത്തിലെ അംഗങ്ങളെ നോക്കാതെ, അല്ലെങ്കിൽ ആരുടെ മുന്നിൽ വെച്ചിട്ടാണോ ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പോലും നോക്കാതെ കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ, ആ കയർത്ത് സംസാരിക്കുന്നത് ഇത് അപരൻ, അതായത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഈ ഇണ അതെല്ലാം സഹിക്കും.
എത്ര കാലം സഹിക്കുന്നു വെച്ചാൽ നിങ്ങൾ പറയുമ്പോഴൊക്കെ അത് ഉള്ളിലേക്ക് ഒതുക്കി ഒതുക്കി വന്നു. ഒരു ദിവസം ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ അത് കേൾക്കാൻ എന്താ പറയാ, അതിനുള്ള ശക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല, സാധ്യമാവില്ല. അപ്പോ ഒന്നുകിൽ അയാൾ പൊട്ടിത്തെറിക്കും. ഇനി പൊട്ടിത്തെറിച്ചില്ല, അയാൾ ഒന്നും മിണ്ടാതിരുന്നാൽ അതിനർത്ഥം അയാൾ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോ ഒരു സാഹചര്യം കൊണ്ട് നെഗറ്റീവായ ഒരു സാധനം ഞാൻ ഒരാളിലേക്ക് കൊടുത്താൽ ഒന്നുകിൽ അയാൾ അതുകൊണ്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് കഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ ഡിപ്രഷനിലേക്ക് പോകും. അല്ലെങ്കിലോ ആ കൊടുത്തത് മുഴുവൻ ഒരു ദിവസം അയാൾ പൊട്ടിത്തെറിക്കും. അപ്പൊ ആ പൊട്ടിത്തെറിക്കുന്നതോടുകൂടെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പോ ദാമ്പത്യം എന്നത് ഒരു ദിവസം കൊണ്ട് പിണങ്ങാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് ഇണങ്ങാൻ പ്രയാസം. പിണക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിണക്കിയതാണ്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തിയെ, നമ്മളുടെ ഉള്ളിലുള്ളൊരു ഈഗോ ഒരു സാധനമൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കാം, കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ, നമുക്ക് പഠിച്ചെടുക്കാം. ആ ഈഗോ സാധനം എൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ ഞാൻ എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും ഇടിയും ഉണ്ടായിട്ടുണ്ടാവുക, മിണ്ടാൻ നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മക്കളെ മുന്നിൽ വെച്ച് പോലും കയർത്ത് സംസാരിക്കുന്നുണ്ടാവുക. ഇതൊക്കെ കുറച്ച് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഞാനെന്ന ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു, അമിതമായ ശബ്ദത്തിൽ കയർത്ത് സംസാരിക്കുന്നു എങ്കിൽ അവിടെ തിരിച്ചറിയേണ്ടത് അസ്വസ്ഥമാകുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നിങ്ങളെ കാണുന്ന മക്കളുടെയും ജീവിതം വളരെ പ്രയാസത്തിലാണ്. എൻ്റെ കൂടെയുള്ള അധ്യാപകർക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾ മറ്റൊരു കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഓഫീസിൽ കൊണ്ടുപോയി സ്വസ്ഥമായി ഒന്ന് സംസാരിച്ചാൽ ആ കുട്ടിയുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത കുടുംബമാണെന്ന് പറയും. അപ്പൊ ആ അസ്വസ്ഥത കുടുംബങ്ങളിൽ വന്നാൽ ആ കുട്ടികൾക്ക് സ്കൂളിൽ വന്നാലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ നല്ല ഒരു കുട്ടിയെ നമുക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് നന്മ തിരിച്ചറിയാനുള്ള അവസരം ഭാര്യയും ഭർത്താവും കൊടുക്കണം, അല്ലെങ്കിൽ മാതാവും പിതാവും കൊടുക്കണം. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാഹത്തിന് സമ്മതിക്കാത്ത പെൺകുട്ടികളുടെ ഒരു വലിയ കൗൺസിലിംഗ് കേസുകൾ നിരന്തരമായി ഒരുപാട് പേരെ അങ്ങനത്തെ കൗൺസിലിംഗ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ കുട്ടികൾ പിന്മാറുന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ പെൺകുട്ടികൾ പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ അമ്മയുടെ ജീവിതം തന്നെ കോഞ്ഞാണ്ടമായി പറയുമ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ അങ്ങനെയാ പറയാം. എൻ്റെ അമ്മയുടെ ജീവിതം തന്നെ ആകെ പ്രയാസത്തിലാണ്, ഇനി അതിനേക്കാൾ വലിയൊരു ആളെ കിട്ടാൻ ഉണ്ടാവില്ല. ഈ ലോകത്ത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് ഏറ്റവും പവിത്രമായ മനുഷ്യൻ എൻ്റെ അച്ഛനാണെന്നാണ്. ആ അച്ഛനേക്കാൾ നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടില്ല, പക്ഷെ അച്ഛനെ പോലും സഹിക്കാൻ എൻ്റെ അമ്മയെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വേറെ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കും? ഇതാണ് എൻ്റെ ഭയം എന്ന് കുട്ടികൾ പറയാറ്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾക്ക് അടിപിടി കൂടേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കേണ്ടത്, ദേഷ്യം കൂടി വല്ലാണ്ട് പിടിക്കുകയാണ്, ഭാര്യയാണ് എന്നോട് ചൂടാവും, ഭർത്താവായ എന്നോട് ഭാര്യ ചൂടാവാണ്, എന്റെ മക്കളെ മുന്നിൽ നിന്നാണ് ചൂടാവും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തില്ല, നിനക്ക് പറയാം, ഞാൻ കേൾക്കാം, പക്ഷെ മക്കളെ മുന്നിൽ വെച്ച് ഇപ്പൊ വേണ്ട. നീയും ദേഷ്യത്തിലാണ്, നീ പറയുന്ന വാക്ക് കേട്ടിട്ട് എനിക്കും ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചാൽ പ്രശ്നമാണ്, ഇത് നേരം 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ മാറിയാൽ ആലോചിച്ച് നോക്കിയാൽ ആ പ്രശ്നം സോൾവ് ആവാനുള്ള സാധ്യത ഇല്ലേ? ഇനി വേണ്ട, ഞാനും ഭാര്യയും തമ്മിൽ അടിപിടി കൂടുന്നു, എവിടെ? റൂമിൽ നല്ല ശബ്ദത്തിൽ അടിപിടി കൂടുകയാണ്. അപ്പൊ മക്കളിൽ ഒരു 3 വയസ്സുകാരനായ കുട്ടി അടുക്കളയില് ഒരു പാത്രം, സ്റ്റീൽ പാത്രം ആയിക്കോട്ടെ, സ്റ്റീൽ പാത്രം മുകളിലേക്ക് എറിയുന്നു, താഴേക്ക് വീഴുന്നു. താഴേക്ക് വീഴുന്ന ശബ്ദത്തോടു കൂടെ ആ കുട്ടി നിലവിളിക്കുന്നു, അയ്യോ അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുന്നു. ഇവിടെ അടിപിടി കൂടുന്ന സമയത്താണ് ആ പാത്രത്തിന്റെ ശബ്ദവും നിലവിളിയും നമ്മൾ കേട്ടതെങ്കിൽ നമ്മൾ ഇവിടെ അടിപിടി കൂടുമോ അതോ അടുക്കളയിലേക്ക് ഇറങ്ങി ഓടുമോ? അടുക്കളയിലേക്ക് എത്തുമ്പോൾ കുട്ടി വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ പാത്രം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പാത്രം ഇടുന്നുണ്ട്, കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി സംസാരിക്കുമോ അതോ അല്ല ബാക്കി ഇവിടെ നമ്മൾ നിർത്തിയ ബാക്കിയില്ലേ ആ ചൂടാകും, ബാക്കി ചൂടാവുന്നത് പോലെ എന്ന് പറയുമോ അതോ കുട്ടിയെ അന്വേഷിക്കുമോ? കുട്ടിയെ അന്വേഷിച്ചു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ കയർക്കൽ തുടങ്ങുമോ? ഇല്ല, അത് അവിടെ നിന്നു. അതായത് അടിപിടി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതേ സമയത്ത് മറ്റൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് സോൾവ് ആകാനേ ഉള്ളൂ.
അപ്പൊ ആ സോൾവ് ആവുക എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് മാറ്റുക എന്നാണ്. ദേഷ്യമുള്ള സമയത്ത് അവിടെ തന്നെ നിന്നാൽ നമുക്കും ദേഷ്യം കൂടും, അയാൾക്കും ദേഷ്യം കൂടും. പിന്നെ ഇത് നന്നാക്കി എടുക്കാൻ വളരെ റിസ്ക്കാണ്. അപ്പോ ഇമോഷന്, വൈകാരിക തലങ്ങളെ നമ്മൾ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യാതെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാം. നമുക്കറിയാം, നമ്മളെ ഫ്രണ്ടൽ ലോബ്, തലയുടെ മുൻഭാഗമാണ് ബുദ്ധിയുടെ കേന്ദ്രം. എന്നാൽ തൊട്ട് പിറകു ഭാഗത്താണ് ഇമോഷൻസ്, വൈകാരികയുടെ ഭാഗം. ഇപ്പൊ ദേഷ്യം പിടിക്കുന്നു, സങ്കടം വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലയുടെ പിൻഭാഗത്താണ്. ഈ സമയത്ത് നമുക്ക് എന്തില്ല, ബുദ്ധി വർക്ക് ചെയ്യൂല, ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനാണ് പ്രശ്നമെങ്കിൽ അവിടെ കയറി തന്നെ ഇടപെടും. അപ്പൊ ഒരു സെക്കൻഡ്, ഇന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ട, ഇന്നത്തോടെ ക്ലാസ് അവസാനിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ സങ്കടം വന്നാൽ ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യില്ല എന്ന് തിരിച്ചറിയാം. ബുദ്ധിപരമായി നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു റിലാക്സേഷൻ, 2-3 സെക്കൻഡ് ദീർഘമായി ഒന്ന് ശ്വാസം എടുത്താൽ ശരി, അപ്പൊ ഇയാൾ ആക്റ്റീവ് ആയിക്കോളും. അപ്പോ ദേഷ്യം വരുന്നു എങ്കിൽ ഉടനെ നമ്മളൊന്ന് ഇനി ഞാൻ സംസാരിച്ചാൽ വിഷയം കൺട്രോളിൽ പോകും, അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, ഇത്തിരി നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നൊന്ന് ചെവിയിൽ പോയിട്ട് സംസാരിക്കാം. വേറെ പ്രത്യേകത അറിയാം, ഹൃദയം എന്നതുകൊണ്ടല്ലോ, അത് ഇങ്ങനെ അടുത്താണെങ്കിൽ, ഹൃദയം അടുത്താണെങ്കിൽ വാക്കുകൾക്ക് സൗണ്ട് കുറച്ച് വരും. ഹൃദയം ഒരുപാട് അകലെയാണെങ്കിൽ എത്രത്തോളം ശബ്ദം ഉണ്ടാക്കണം, എത്രത്തോളം ശബ്ദം ഉണ്ടാക്കണം എന്ന ഫീലിംഗ് ആണ് ഉണ്ടാവും. അതായത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് രണ്ട് ഹൃദയങ്ങളും തമ്മിൽ ഒരുപാട് അകലം ബാധിച്ചിട്ടുണ്ട്, അകലം സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. ദേഷ്യം പിടിച്ച് ഞാൻ എൻ്റെ തുണയോട് സംസാരിക്കുമ്പോൾ രണ്ട് ഹൃദയം ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് വളരെ വലിയ ശബ്ദമിട്ടിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, വൈകാരിക തലങ്ങളാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ, ദേഷ്യം മാത്രമേ ഉണ്ടാവും. അവിടെ ഈ അപരനായ, എതിരെ നിൽക്കുന്ന എൻ്റെ കുട്ടിയുടെ അമ്മ, എൻ്റെ കുട്ടിയുടെ അച്ഛൻ എന്ന ആ പവിത്രമായ സ്ഥാനം പോലും എനിക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അവിടെ ഞാൻ കാണുന്ന എൻ്റെ ശത്രു എന്ന ഫീലിങ്ങിനാണ് കാണുന്നത്. ആ ശത്രു എന്ന ഫീലിംഗ് എൻ്റെ കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് യെസ്, നമുക്ക് പിന്നെ സംസാരിക്കാം, കുട്ടികളെ സ്കൂൾ പോട്ടെ, നമുക്ക് വീണ്ടും കാര്യം ചെയ്യാം. അപ്പോൾ ഒരു അസ്വസ്ഥത വന്നാൽ യെസ്, നിങ്ങൾ ഇരിക്കും. അപ്പൊ അവിടെ ആ അസ്വസ്ഥമായ സമയം മാറ്റിവെച്ച് ഒരാൾ സംസാരിക്കും. കുറച്ച് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് വരിക, ഇരിക്കും, രണ്ടുപേരും അപ്പുറം പറയുന്നു. അപ്പോ ഇനി ആദ്യം നിങ്ങൾ സംസാരിക്കും. ആരാണോ കേട്ട അയാൾ പറയട്ടെ, അല്ലെങ്കിൽ എന്നും പിന്നെ എ ആണ് പറയുന്നെങ്കിൽ ഇന്ന് ബി പറയണം, ആണ് കൊണ്ടെന്ന് പറയേണ്ടതില്ല. അപ്പൊ ഒരാൾ സംസാരിക്കുന്നു, ആ സംസാരിക്കുന്ന സമയത്ത് മറ്റേയാൾ, പാർട്ട്ണർ, അയാൾ മിണ്ടാതെ മുഴുവനും കേൾക്കുക. അതിൽ ഇടയിൽ കയറിയിട്ട് പോലും സംസാരിക്കാതിരിക്കുക. പറയുന്ന ഒരാൾക്ക് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസം ഉണ്ടാകുമെന്നതാണ്. പരിഹാരമൊന്നും വേണ്ട, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു, നമ്മൾ അയാളെ കണ്ണിൽ നോക്കിയിരുന്നാൽ മാത്രം മതി. അവിടെ മുഖപ്രഭാവം ശ്രദ്ധിക്കണം. മുഖം ആകെ മാറ്റിയിട്ട് ദേഷ്യം ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു പല്ല കയറുന്ന ആ ഫീലിംഗ് ഒന്നും ഇല്ലാതെ യെസ്, എൻ്റെ ഇണയുടെ പ്രയാസമാണ്, അത് മാറട്ടെ എന്ന് കരുതി നമ്മൾ ആ വാക്കുകൾക്ക് വാല്യൂ കൊടുത്താലും ഇല്ലെങ്കിലും ശരി അയാളെ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പറയും. ആ പറയേണ്ട വാക്ക് തന്നെയാണ് നമ്മളെ ചാനൽ ചർച്ച പോലെ, ഒരാൾ പറയുന്നു എന്നിട്ട് അടുത്ത ആൾ പറയുന്നു, അങ്ങനെയല്ല. അതിനെ ഇടയിൽ കയറി സംസാരിക്കുന്നതിന് മാറ്റിവെച്ച് ഒരാൾ പറയുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തയാൾ സംസാരിക്കുന്നു. അപ്പൊ അതിനെ വിശദീകരണം അടുത്ത ആൾ തരുന്നു. അപ്പൊ അങ്ങനെ ആ വിശദീകരണം കഴിഞ്ഞു, ഓക്കെ, കൈ കൊടുത്ത് സോൾവായി മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോ അസ്വസ്ഥതകൾ കുടുംബങ്ങളിൽ ഉണ്ടാവും, പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതകൾ വരും. കുടുംബത്തിൽ മറ്റു കുടുംബങ്ങളിൽ അംഗങ്ങൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഒരുപാട് 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ 100 കൂട്ടം പ്രശ്നങ്ങളും ഒരാൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക എന്നത് റിസ്ക് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഒരു കൂട്ടുത്തരവാദിത്തത്തിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പോ മറ്റൊരാൾ പറഞ്ഞ വാക്കുപോലും നമ്മുടെ ഉള്ളിൽ അതീവ സങ്കടവും ദേഷ്യവും കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കുട്ടികളിലേക്ക് കൈമാറിച്ചു. ഞാനെന്ന ഭർത്താവ് എൻ്റെ ഭാര്യയോട് അമിതമായ ദേഷ്യത്തിൽ സംസാരിച്ചു എങ്കിൽ ഈ ദേഷ്യം അവിടെ നിൽക്കൂല. ആ നിൽക്കുന്ന ദേഷ്യം അടുത്ത ആളിലേക്ക് കൈമാറും. ആരിലേക്ക്? എൻ്റെ മക്കളിലേക്ക്. അയാൾക്ക് അടി കിട്ടിയിട്ടും, മക്കൾക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അടി കിട്ടിയേക്കാം, പാത്രങ്ങൾ തകർന്നേക്കാം. ഇതിനൊക്കെ കാരണം വരുന്നത് യെസ്, ഞാൻ അവിടെ
അമിതമായി സംസാരിച്ചതാണെന്ന് തിരിച്ചറിയണം. അപ്പോ ഒരാൾക്ക് ആണെങ്കിലും ഒരാളിലേക്ക് നെഗറ്റീവ് എനർജി കൊടുത്താൽ അത് അവിടെ നിൽക്കില്ല, അത് അടുത്ത ആളിലേക്ക് കൈമാറും. അപ്പൊ നമുക്ക് കുടുംബം, പണ്ടത്തെ കാലത്തൊക്കെ ഭർത്താവ് മാത്രം ജോലി ചെയ്ത് കുടുംബം കൊണ്ടുവരുന്ന ഒരു കാലമായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം വരെ മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമ്പത്തികമായി അധിക ആളുകൾക്കും ഒരു ഹൈ ലെവലിലേക്ക് മാറണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ഒരുപക്ഷെ മക്കളും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു കൂട്ടു ഉത്തരവാദിത്തമാണ് കുടുംബം നോക്കുക എന്നൊരു ഫീലിംഗിലേക്ക് ആധുനിക ഭർത്താക്കന്മാർ മാറണം. കാരണം ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും എല്ലാവരും ഒന്നാണ്. അപ്പൊ എല്ലാവരും ആ ഡ്യൂട്ടികളിൽ പരസ്പരം സഹായിക്കുക എന്ന ഫീലിംഗ് വേണം. ഇപ്പോ ചില ആളുകളുണ്ട് സർവീസിൽ ജോലിയിൽ നിൽക്കുന്ന കുടുംബനാഥ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കാണാം. അവരൊക്കെ വീട്ടിലെല്ലാ പണികളും എടുക്കും, എന്നിട്ട് ഓഫീസിലെ വർക്കുകൾ ചെയ്യും, തിരിച്ച് വീട്ടിൽ വന്നാൽ ക്ഷീണിച്ചിട്ടാ വീട്ടിൽ വരിക. ഭർത്താവ് ക്ഷീണിച്ചിട്ട് തന്നെ വരുന്നുണ്ടാവുക. പക്ഷെ ഭർത്താവ് ക്ഷീണിച്ച് വന്ന് ടിവിയുടെ മുന്നിലും, ഭാര്യ ക്ഷീണിച്ച് വന്ന് അടുക്കളയിലും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ദിവസം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കാണണം. അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് ഈ കുടുംബ ജീവിതത്തെ മാറ്റുന്നതിനെ കുറിച്ചും ഇന്ന് എൻ്റെ കൂടെ വന്നവർ ചിന്തിച്ചു തുടങ്ങണം. അപ്പൊ അതിലുള്ള കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തെല്ലാം വർക്കുകൾ ഉണ്ടോ അത് 2 വയസ്സേ പ്രായമുള്ളൂ അല്ലെങ്കിൽ 1 വയസ്സേ പ്രായമുള്ളൂ ആ കുഞ്ഞു മുതൽ മുതിർന്ന ആൾ വരെ ഇപ്പൊ എല്ലാവർക്കും ആ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും, എന്നാൽ അവർക്ക് പണി കൊടുക്കാനല്ലോ, അവരെയും കൂട്ടിയിരുത്തി സംസാരിക്കുക. ഫാമിലി ലൈഫിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ക്വാളിറ്റി ടൈം എന്ന് പറയും. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ഫോണില്ല. ആ ഫോണില്ലാതെ പരസ്പരം എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ണിൽ നോക്കി സംസാരിച്ച് അല്ലെങ്കിൽ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു സമയം. അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവരുടെ കുഴപ്പം പറയാനുള്ള സമയമല്ല, ഒരു സന്തോഷങ്ങൾ മാത്രം. അങ്ങനെ ഹാപ്പിനെസ് മൂഡിലേക്ക് നമ്മുടെ കുടുംബം മാറ്റിയാൽ ഇവിടെ ഒരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ രോഗിയില്ല ആ കുടുംബത്തിൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു രോഗം വരാൻ പോലുമുള്ള കാരണം മനസ്സെപ്പോഴോ പതറുമ്പോഴാണ് ശാരീരികമായി ക്ഷീണം വഴിയേ വരിക. മാനസികമായി തളർച്ചയാണ് ആദ്യം വരിക. അപ്പൊ നമ്മളൊക്കെ രോഗികളായിട്ടുണ്ടാവില്ല. ആ രോഗിയായ സാഹചര്യത്തിന്റെ ഒരാഴ്ച മുമ്പുള്ള സംഭവങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ മാനസികമായി നമുക്ക് ഇത്തിരി ടെൻഷൻ വന്നിട്ടുണ്ടോ പിന്നെ നമുക്ക് രോഗം വരാനുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മാനസിക ടെൻഷൻ വന്നിട്ട് രോഗം വരുന്നു എന്ന് ചോദിച്ചാൽ, സങ്കടമോ ദേഷ്യമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനനുയോജ്യമായ ഹോർമോൺ നമ്മളെ ബ്രെയിനിൽ ഉൽപ്പാദിക്കപ്പെടും. അതിൽപ്പെട്ടതാണ് ഒന്ന് കോർട്ടിസോൾ. അപ്പൊ അത് നെഗറ്റീവായ സാധനം. ദേഷ്യം വരുന്ന സമയത്ത് അത് തലയിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, കിഡ്നിയുടെ പരിസരത്താണ് ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പൊ നമ്മൾ കിഡ്നി പോകും. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് കിഡ്നിയാണ് ഡാമേജ് ആകുക. ഇനി നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ അയൽവാസികളോ ഉണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു അമിതമായ ദേഷ്യത്തിന്റെ ആളുകളായിരിക്കും. അപ്പോ ഭർത്താവാണ് ദേഷ്യം പിടിച്ചിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെക്കേണ്ടത് തലയിലല്ല, നേരെ കൈവെക്കേണ്ടത് കിഡ്നിയുടെ ഭാഗത്ത് കൈവച്ചിട്ട് എന്റെ കിഡ്നി എന്ന് പറഞ്ഞാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഇയാള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രഷറിൽ ഇത്രയധികം സംസാരിച്ചത് വാക്കുകൊണ്ട് നമുക്ക് മുറിവാകുന്നുണ്ട്. അത് ഏതായാലും ശരി, ഇതിനനുസരിച്ചിട്ട് അയാളെ കിഡ്നി പോവുകയാണ്. കിഡ്നി പോയാല് പിന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പും ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെങ്കിൽ പിന്നെ കിഡ്നി പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. എവിടുന്ന് കിഡ്നി കിട്ടും ചോദിക്കുമ്പോ പിന്നെ നമ്മളെ മുഖത്തേക്ക് തന്നെ കുടുംബങ്ങൾ മുഴുവൻ നോക്കി തുടങ്ങും. ലാസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ദേഷ്യം പിടിക്കുമ്പോഴേ നമ്മൾ പ്ലാനിൽ വന്നാൽ മതി, എന്റെ കിഡ്നി അവിടെ സേഫായി നിന്നോട്ടെ എന്ന ഫീലിംഗ്. അപ്പൊ അപരൻ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അമിതമായി ചൂടാകുമ്പോ നമ്മൾ കൂളാവുക, ഇദ്ദേഹത്തെ കൂളാക്കുകയും ചെയ്യുക. അപ്പോ ഇനി നമുക്ക് ഈ കുട്ടികളോട് നാളെ പറയാൻ പറ്റില്ല, മക്കളെ ഇയാളാണ് നാളെ നിങ്ങളുടെ മാതാവ്, ഇയാളാണ് നാളെ മുതൽ നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഈ ഇദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഇവരെക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു സ്ത്രീയെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോ ഈ കൂടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ വിലയും അറിയില്ല.
ആ വില അറിയണമെങ്കിൽ ഈ പറയപ്പെട്ടതിൽ ഒന്നൊന്ന് നഷ്ടപ്പെട്ടു പോയി നോക്കണം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്ന വാക്കുകൾ വളരെ വലിയ ഗൗരവത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ ഭർത്താവിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോ ഞാൻ അറിയുന്നുണ്ട് അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന്. അപ്പോ ഉള്ള സമയത്ത് ഞാൻ സ്വസ്ഥതയും കൊടുത്തില്ല എന്ന് പിന്നെ പറയേണ്ടി വരും. അപ്പോ നമുക്ക് നമ്മുടെ ഇണയോട് ഒത്തിരി കൂടി ആത്മാർത്ഥത കാണിക്കാം, സ്നേഹം കാണിക്കാം, കുറച്ചും കൂടെ അടുപ്പം കാണിക്കാം. എന്തെങ്കിലും പ്രയാസമുണ്ടോ, പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിരിക്കൂ, എനിക്ക് പഴയത് കുറച്ച് നിങ്ങളെ മുന്നിൽ ഇറക്കി വെക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയണേ, എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ തീർക്കുകയാണെന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കുക. അയാളുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ സോറിയും പറയാം, ഇതെന്റെ ഉള്ളിലുള്ള പ്രയാസമാണ്, ഇതെല്ലാം ഞാൻ ഇറക്കി വെച്ചു, ഇനി ഞാൻ ഹാപ്പിയാണ്, നമുക്ക് ഹാപ്പി ലൈഫിലേക്ക് തുടരാം. ഇനി എൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു ദേഷ്യവുമില്ല, ഒരു പകയുമില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ സന്തോഷം എന്ന വാക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങുക. അപ്പൊ ആ പറയുന്ന വാക്കിൽ അയാളുടെ ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇത്ര നല്ല മനുഷ്യൻ, ഇത്ര നല്ല, അന്ന് അങ്ങനെയായിരുന്നു നല്ലതാണ്. നമുക്ക് പറയാനുള്ളത് പണ്ട് നിങ്ങൾ അങ്ങനെയാണ്, ഇപ്പൊ ഇങ്ങനെയല്ല എന്നാ പറയാം. അത് ഇപ്പോഴത്തെ ലോൺ, എനിക്ക് അങ്ങനെയുള്ള ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. അത് അയാളുടെ ഉള്ളിലുണ്ട്, ആ നന്മയും നിങ്ങളെ ഈ പാർട്ട്ണറുടെ ഉള്ളിലുണ്ട്. ആ സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും അതുപോലെ സ്നേഹം നമുക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിലും മാറ്റം വരും, നമ്മളെ കുട്ടികളിലും മാറ്റം വരും. ഇല്ല, നിങ്ങൾ ദേഷ്യവും സങ്കടവും ടെൻഷനും കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായി എടുത്തു വെക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട്. കാരണം കുടുംബത്തിന്റെ ചെലവുകൾ താളം തെറ്റുന്നത് ഒരുപക്ഷെ ഹോസ്പിറ്റൽ ചെലവുകൾ കാരണത്താലായിരിക്കും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കോർട്ടിസോളിന്റെ സാന്നിധ്യം തിരിച്ചറിയാം. ദേഷ്യം വന്നാൽ ഈ സാധനം ഉൽപ്പാദിക്കപ്പെടുന്നു. ഇപ്പൊ അതുപോലെ തന്നെ പകയുണ്ടോ, സാധനം ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് ശരീരത്തിൽ നിന്ന് പോകില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ദഹന പ്രക്രിയ പോലും നശിപ്പിക്കും. നമ്മൾ പൊണ്ണത്തടിയിലേക്കും മറ്റുമൊക്കെ മാറാനുള്ള കാരണം ഈ സങ്കടവും ദേഷ്യമാണ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ 30 കാലഘട്ടങ്ങളിൽ ജീവിച്ചതുപോലെ 50-ലും 60-ലും ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ 30-ലും 35-ലും ജീവിക്കുന്നതോടെ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ഈ ആരോഗ്യ സമയത്ത് നമ്മൾ ഇണയെ കുറച്ചുകൂടെ സ്നേഹത്തോടെ നോക്കിയാൽ ഈ വാർദ്ധക്യ സമയത്ത് അതുപോലെ തിരിച്ചും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ളതാണെന്ന് തിരിച്ചറിയാം. അപ്പോ അവരുടെ ഭാഗത്തു നിന്നാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കും. എപ്പോഴും ഞാൻ ജയിക്കണ്ടേ, വേണ്ട, ഇനി നമുക്ക് തോറ്റു കൊടുക്കാം. ആ തോറ്റു എന്ന് കരുതി പിൻവലിയലല്ല. നമുക്കറിയാലോ, അമ്പും വില്ലും കണ്ടിട്ടുണ്ടാവില്ല, അമ്പും വില്ലും. ആ അമ്പ് എത്രത്തോളം ശക്തിയിലേക്ക് പോകണോ അതിനനുസരിച്ച് വില്ലൊന്ന് പിന്നോട്ട് വലിക്കണം. ആ പിന്നോട്ട് വലിക്കുമ്പോൾ ശക്തി കൂടുകയാ ചെയ്യും. ഇതുപോലെ നമ്മളെന്ന ഭാര്യ, നമ്മളെന്ന ഭർത്താവ് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മുടെ ഇണയെ പ്രതിഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹത്തെ, അവരുടെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങനെ ഒരു സന്തോഷകരമായ കുടുംബജീവിതം നമുക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇതുവരെയുള്ള 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു. ആ 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്വാളിറ്റി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതിലേതെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുടുംബജീവിതം വളരെ സന്തോഷത്തിലാക്കുക. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളെയും കൂടെ കൂട്ടി നമുക്ക് ഇങ്ങനെ ശനിയോ ഞായറോ ഒരു 3 മണി മുതൽ 3:30 വരെ ഇത്തിരി നേരം ഇരിക്കാം. ഇപ്പൊ 3:30 ആയി, നമ്മളെ 3:30 ആയതുപോലും നമ്മൾ അറിയുന്നില്ല. ഇത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി, ഇപ്പൊ ഞാൻ ഒരുപാട് ടോപ്പിക്കുകളുടെ ഹെഡിങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. വിശദമായ ഡീറ്റെയിൽ ആയ വിഷയത്തിലേക്ക് നമുക്ക് കയറിയിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കയറണം. അപ്പോ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഏതായാലും ക്ലാസ് കേട്ട് അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഒരു ഉപകാരപ്പെട്ടോളൂ. ഓക്കെ, നിർത്തിക്കോട്ടെ. എല്ലാവർക്കും നന്ദി.